അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 27 ബുധനാഴ്ച. അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. അമേരിക്കയിലെ നിയമ നടപടികളുടെ പശ്ചാത്തലത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ലോക്സഭയിലും രാജ്യസഭയിലും ആവശ്യപ്പെട്ടു. ലോക്സഭയിലുണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയും അറസ്റ്റ് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ എംപിമാർക്കൊപ്പം മുദ്രാവാക്യം മുഴക്കി. 12 മണിവരെ ആദ്യം പിരിഞ്ഞ സഭ പിന്നീട് ചേർന്നപ്പോഴും ബഹളമുണ്ടായതിനെ തുടർന്ന് നാളേക്ക് പിരിഞ്ഞു. രാജ്യസഭയിൽ ചർച്ച ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച പ്രതിപക്ഷത്തെ രൂക്ഷമായ ഭാഷയിൽ നേരിട്ട ചെയർമാൻ ജഗ്ദീപ് ധൻകർ ഒന്നും രേഖകളിലുണ്ടാകില്ലെന്നും വ്യക്തമാക്കി. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഭാര്യ മഞ്ജുഷയുടെ ഹർജി പരിഗണിക്കവെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അടുത്ത മാസം 6-ന് കേസ് ഡയറി ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥൻ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി അറിയിച്ചു. ഹർജിയിൽ സർക്കാരിനോടും CBIയോടും ഹൈക്കോടതി നിലപാട് തേടി. ഹർജിയിൽ വിശദമായ വാദം അടുത്ത മാസം 9-ന് കേൾക്കും. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. വ്യാജരേഖ ചമച്ചവർക്കും കള്ള ഒപ്പിട്ടവർക്കുമെതിരെ അന്വേഷണമില്ലെന്നും ഇപ്പോൾ നടക്കുന്ന അന്വേഷണം പ്രഹസനമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രത്യേക നോഡൽ ഓഫീസറെ നിയമിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. പരാതിക്കാരി നേരിടുന്ന അധിക്ഷേപങ്ങൾ നോഡൽ ഓഫീസറെ അറിയിക്കാം. മൊഴി നൽകിയവർക്ക് ഭീഷണിയുണ്ടെന്ന് WCC അറിയിച്ചതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. നിയുക്ത വയനാട് MP പ്രിയങ്ക ഗാന്ധി 30-ന് കേരളത്തിലെത്തും. 2 ദിവസത്തേക്കാണ് പ്രിയങ്ക ഗാന്ധിയുടെ കേരള സന്ദർശനം. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ വയനാടിനു വേണ്ടി പോരാട്ടം തുടരുമെന്ന് T. സിദ്ദിഖ് MLA പറഞ്ഞു. രാഹുൽ ഗാന്ധി തുടങ്ങിവച്ച ശ്രമങ്ങൾ പ്രിയങ്ക ഗാന്ധിയും തുടരുമെന്നും പാർലമെന്റിനകത്തും പുറത്തും വയനാടിനായി പോരാട്ടം തുടരുമെന്നും T. സിദ്ദിഖ് MLA കൂട്ടിച്ചേർത്തു. പാലക്കാട് BJPയിലും സംസ്ഥാന നേതാക്കൾക്കിടയിലുമുണ്ടായ തർക്കത്തിൽ ഇടപെട്ട് BJP കേന്ദ്ര നേതൃത്വം. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയുണ്ടായ പ്രശ്നപരിഹാരത്തിനായി കേന്ദ്ര നേതൃത്വം കേരളത്തിലെ നേതാക്കളുമായി ചർച്ച നടത്തും. പരസ്യ പ്രസ്താവനകൾ പാടില്ലെന്നും കേന്ദ്ര നേതൃത്വം നേതാക്കളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പാലക്കാട് നഗരസഭയിലെ അതൃപ്തമായ ഒരു വിഭാഗം BJP കൌൺസിലർമാരുമായി കോൺഗ്രസ് ചർച്ച നടത്തിയതായി സൂചന. സന്ദീപ് വാര്യർ വഴിയാണ് ചർച്ച നടത്തിയതെന്നാണ് വിവരം. അതേസമയം അസംതൃപ്തരായ നേതാക്കളെ പാളയത്തിലെത്തിക്കാൻ കോൺഗ്രസ് നീക്കം നടത്തുന്നുവെന്ന സൂചന നൽകിക്കൊണ്ട് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിപ്പിടുകയും ചെയ്തു. കോൺഗ്രസ് പ്രത്യയശാസ്ത്രവുമായി ഐക്യപ്പെടാൻ തയ്യാറുള്ള ആരും രാഷ്ട്രീയമായി അനാഥമാകില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സന്ദീപ് വാര്യരുടെ പോസ്റ്റ്. BJPയിൽ നിന്ന് രാജിവെച്ച വയനാട് മുൻ ജില്ലാ പ്രസിഡന്റ് KP മധുവിനെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ സന്ദീപ് വാര്യരുടെ നീക്കമെന്ന് റിപ്പോർട്ടുകൾ. സന്ദീപ് വാര്യർ തന്നെ ബന്ധപ്പെട്ടിരുന്നുവെന്നും ആലോചിച്ച് അറിയിക്കാമെന്നാണ് പറഞ്ഞതെന്നും മധു വ്യക്തമാക്കി. പാലക്കാട് നഗരസഭയിലെ അസംതൃപ്തരായ BJP കൌൺസിലർമാരെ കോൺഗ്രസിലെത്തിക്കാൻ ഓപ്പറേഷൻ കമല നടത്തില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. കൌൺസിലർമാരുമായി തുറന്ന ചർച്ച നടന്നിട്ടില്ലെന്നും നയം മാറ്റം വന്നാൽ എല്ലാവരെയും സ്വീകരിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പാലക്കാട്ടെ ആളുകളുടെ മനസ്സിൽ പ്രത്യയശാസ്ത്രം മാറിയെന്നും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുവെന്നും അത് മാറ്റത്തിന്റെ സൂചനയാണെന്നും അദ്ദേഹം പറഞ്ഞു. BJPയെ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും ശ്രമിച്ച ഒരു മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കള്ളവാർത്തകൾ ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവർ ഏത് കൊമ്പത്തിരുന്നവരായാലും കൈകാര്യം ചെയ്യുമെന്നും സുരേന്ദ്രൻ ഭീഷണി മുഴക്കി. പാലക്കാട് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ BJPയിലുണ്ടായ വിമത നീക്കവും നേതൃത്വത്തോട് അതൃപ്തി അറിയിച്ച് നേതാക്കൾ രംഗത്തുവന്നതും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം.
മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും തുടരന്വേഷണത്തിൽ ഇതുവരെ തീരുമാനമെടുത്തില്ലെന്നും സജി ചെറിയാൻ അപ്പീലും നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ. അന്വേഷണത്തിന് ഉത്തരവിടാത്ത സാഹചര്യത്തിൽ കോടതിയലക്ഷ്യ നടപടി തുടങ്ങുമെന്ന് കേസിലെ പരാതിക്കാരൻ അഡ്വക്കേറ്റ് ബൈജു നോയൽ വ്യക്തമാക്കി. ശബരിമലയിൽ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്നവരിൽ 30% ആളുകളും ദർശനത്തിനെത്തുന്നില്ലെന്ന് റിപ്പോർട്ട്. ഇത്തവണ മണ്ഡലകാലത്ത് നട തുറക്കും മുൻപ് തന്നെ നവംബർ മാസത്തിലെ ബുക്കിംഗ് അവസാനിച്ചിരുന്നു. നേരത്തെ തന്നെ ബുക്കിംഗ് പൂർത്തിയായതോടെ പുതുതായി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവർക്കും ഉദ്ദേശിച്ച സമയത്ത് ദർശനം കിട്ടുന്നില്ല. വരാൻ കഴിയാത്തവർ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യണമെന്ന ദേവസ്വം ബോർഡിന്റെ ആഹ്വാനം പാലിക്കപ്പെടാത്തത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ശബരിമലയിലെ 18ാം പടിയിൽ നിന്നുകൊണ്ട് ഫോട്ടോയെടുത്ത സംഭവത്തിൽ SAP ക്യാമ്പസിലെ 23 പോലീസുകാർക്ക് കണ്ണൂർ KAP4 ക്യാമ്പിൽ നല്ല നടപ്പ് പരിശീലനത്തിന് ADGP S. ശ്രീജിത്ത് നിർദ്ദേശം നൽകി. നടപടിയെ തുടർന്ന് 23 പോലീസുകാരും ശബരിമലയിൽ നിന്ന് പരിശീലനത്തിനായി മടങ്ങി. തീവ്ര പരിശീലനം നൽകണമെന്നാണ് ADGPയുടെ നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നാളെ റിപ്പോർട്ട് നൽകും. സാഹിത്യ അക്കാദമി ഉൾപ്പെടെയുള്ള ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാകുന്നതായി വ്യക്തമാക്കി പ്രമുഖ സാഹിത്യകാരൻ K. സച്ചിദാനന്ദൻ. അയ്യപ്പ പണിക്കർ ഫൗണ്ടേഷൻ, ആറ്റൂർ രവിവർമ്മ ഫൗണ്ടേഷൻ, സാഹിത്യ അക്കാദമി, ദേശീയ മാനവികവേദി തുടങ്ങിയ എല്ലാ ചുമതലകളിൽ നിന്നും പിൻവാങ്ങുന്നുവെന്നും അനാരോഗ്യം കാരണമാണ് പിന്മാറ്റമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. ചില മലയാളം സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ മോശമാണെന്ന നടൻ പ്രേംകുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ നടൻ ധർമ്മജൻ ബോൾഗാട്ടി. സീരിയലിനെ എൻഡോസൾഫാൻ എന്ന് പറഞ്ഞ പ്രേംകുമാർ സീരിയലിലൂടെ എത്തിയ ആളാണെന്നും പാവപ്പെട്ടവർ ജീവിച്ചു പൊക്കോട്ടെ എന്നുമാണ് ധർമ്മജൻ ബോൾഗാട്ടി അഭിപ്രായപ്പെട്ടത്. സീരിയലുകൾക്ക് സെൻസറിംഗ് ആവശ്യമാണെന്നും ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ ചുമതലയുള്ള പ്രേംകുമാർ അഭിപ്രായപ്പെട്ടിരുന്നു. നടനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ പ്രേംകുമാറിനെതിരെ നടി സീമാജി നായരും. ഇവിടെ നടക്കുന്നത് ചീഞ്ഞ രാഷ്ട്രീയ കളിയാണെന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന കാര്യങ്ങളെക്കാളും എത്രയോ ഭേദമാണ് സീരിയലെന്നും സീമ ഫേസ്ബുക്കിൽ കുറിച്ചു. എൻഡോസൾഫാനേക്കാളും വിഷം നിറഞ്ഞതാണ് ഇവിടത്തെ രാഷ്ട്രീയമെന്ന് പറഞ്ഞ സീമാജി നായർ പുതുതലമുറ ഈ വർഗീയതയും മറ്റും കണ്ടാണ് വളരുന്നതെന്നും കൂട്ടിച്ചേർത്തു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. 10 ലക്ഷം ജനസംഖ്യയുള്ള ഇന്ത്യൻ നഗരങ്ങളിൽ ഏറ്റവും മികച്ച വായു ഗുണനിലവാരമുള്ള നഗരം തിരുവനന്തപുരമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ. നഗരം കാർബൺ ന്യൂട്രൽ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്നും ഫേസ്ബുക്കിൽ ആര്യ കുറിച്ചു. ഈജിപ്തിലെ അലക്സാണ്ടറിയയിൽ UN ഹാബിറ്റേറ്റ് ഹാങ്ഷായ് മുനിസിപ്പാലിറ്റി സംയുക്തമായി സംഘടിപ്പിച്ച വേൾഡ് സിറ്റീസ് ഡേ 2024 ഈ മേഖലയിലെ പ്രവർത്തനങ്ങളിൽ ലോകത്തെ മികച്ച 5 നഗരങ്ങളിൽ ഒന്നായി നമ്മുടെ നഗരത്തെ തിരഞ്ഞെടുത്തിരുന്നുവെന്നും അവർ അറിയിച്ചു. തൃശൂർ നാട്ടികയിൽ 5 പേരുടെ ജീവനെടുത്ത ലോറി അപകടത്തിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു. കേസിലെ പ്രതികളായ ഡ്രൈവറെയും ക്ലീനറെയും കോടതി റിമാൻഡ് ചെയ്തു. മദ്യലഹരിയിൽ 20 സെക്കൻഡ് കണ്ണടച്ചുപോയി എന്നാണ് ക്ലീനർ അലക്സിന്റെ മൊഴി. വണ്ടി എന്തിലോ തട്ടുന്നെന്ന് തോന്നിയപ്പോൾ വെട്ടിച്ചുവെന്നും അപ്പോൾ നിലവിളി കേട്ടുവെന്നും അതോടെ രക്ഷപ്പെടാൻ നോക്കിയെന്നുമാണ് ക്ലീനർ അലക്സിന്റെ കുറ്റസമ്മത മൊഴി. മനഃപൂർവമായ നരഹത്യയ്ക്കാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഡ്രൈവറുടെ ലൈസൻസും വാഹനത്തിന്റെ രജിസ്ട്രേഷനും നേരത്തെ റദ്ദാക്കിയിരുന്നു. കണ്ണൂർ വളപട്ടണത്ത് 1 കോടിയും 300 പവൻ സ്വർണവും വജ്രാഭരണങ്ങളും കവർന്നതിന് തൊട്ടടുത്ത ദിവസവും കള്ളൻ ഇതേ വീട്ടിൽ കയറി. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. 2ാം ദിവസവും വീട്ടിൽ ആൾ ഉണ്ടാകില്ലെന്നറിഞ്ഞാണ് മോഷ്ടാവ് എത്തിയതെന്ന് പോലീസ് പറയുന്നു. മോഷണത്തിന് പിന്നിൽ വീട്ടുകാരെ നേരിട്ടറിയുന്നവർ ഉണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. കേസിൽ അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. ബംഗ്ലാദേശിലെ ഹിന്ദു പുരോഹിതനും മതന്യൂനപക്ഷ നേതാവുമായ ചിന്മോയ് കൃഷ്ണദാസ് ബ്രഹ്മചാരിയുടെ അറസ്റ്റിന് പിന്നാലെ ചിറ്റഗോങ്ങിൽ നടന്ന സംഘർഷത്തിൽ അഭിഭാഷകനായ സൈഫുൽ ഇസ്ലാം ആരിഫ് ചിറ്റഗോങ്ങിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. സൈഫുൽ ഇസ്ലാം ആരിഫിനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ചിറ്റഗോങ് ബാർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അഷ്റഫ് ഹുസൈൻ റസാഖ് പറഞ്ഞത്. പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ മോചനം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിനിടെ ഇസ്ലാമാബാദിൽ 6 പേർ കൊല്ലപ്പെട്ടു. ഇമ്രാന്റെ ഭാര്യ ബുഷ്രയും
റാലിയിൽ അണിചേർന്നു. ഇതിനിടെ ആയുധം കയ്യിലുള്ള പ്രക്ഷോഭകരെ കണ്ടാൽ വെടിവെക്കാൻ സർക്കാർ ഉത്തരവിട്ടു. അവസാന ശ്വാസം വരെ പോരാടാൻ ഇമ്രാൻഖാൻ അണികളോട് ആഹ്വാനം ചെയ്തു. ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് ആണ് പ്രക്ഷോഭം നടത്തുന്നത്. കരുത്തു ചോർന്നു പോകാതെ പോരാട്ടം തുടരാനായി അനുയായികൾക്ക് കമല ഹാരിസിന്റെ വീഡിയോ സന്ദേശം. നിങ്ങൾക്കുള്ളിലെ കരുത്ത് കവർന്നെടുക്കാൻ ആരെയും അനുവദിച്ചുകൂടെന്നും നവംബർ 5 വരെ നിങ്ങൾക്കുണ്ടായിരുന്ന ആ കരുത്ത് ഇപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ടെന്നും അതുകൊണ്ട് നിങ്ങളിലെ കരുത്ത് കവർന്നെടുക്കാൻ ആരെയും ഒരു സാഹചര്യത്തെയും ഒരിക്കലും അനുവദിക്കരുത് എന്നായിരുന്നു കമലയുടെ സന്ദേശത്തിന്റെ ഉള്ളടക്കം. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.